സോളോ ലെവലിംഗ് എപ്പിസോഡ് 11 തുടങ്ങുമ്പോൾ ജിൻബു ജോബ് ചേഞ്ച് ക്വസ്റ്റിന് വേണ്ടി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റുള്ള ക്വസ്റ്റുകൾ പോലെ ടൈം ലിമിറ്റ് ഒന്നും ഇതിന് പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ആലോചിച്ച് തീരുമാനിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഡേഞ്ചർ ആയിരിക്കുമെന്നാണ് ജിൻബു വിചാരിക്കുന്നത്. എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത്. കുഴപ്പമില്ല, തിരിച്ചു വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ജിൻബു ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ഇതിനകത്ത് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ക്വസ്റ്റ് ആരംഭിക്കുന്നു. തുടങ്ങുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, പോർഷൻസും റിക്കവറി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ് തീരുന്നത് വരെ ലീവ് ചെയ്യാനും പറ്റില്ല. അപ്പോഴേക്കും കുറച്ച് നൈറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഹെവി ആർമറാണ് ഇവർക്കുള്ളത്. ജിൻബുവിൻ്റെ കത്തി വെച്ച് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു വീക്ക് സ്പോട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നോക്കി അറ്റാക്ക് ചെയ്യും. അപ്പോഴാണ് അറിയുന്നത് നൈറ്റ്സ് മാത്രമല്ല, അവിടെ അസാസിൻസും മേജസും ഒക്കെ ഉണ്ട്. അസാസിൻസിന് സ്റ്റെൽത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മേജസിന് മാജിക് പവർ ഉള്ളതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് അറ്റാക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും അവരെ എല്ലാവരെയും തോൽപ്പിക്കുന്നു. അതിനുശേഷം അവൻ്റെ ഇൻവെൻ്ററിയിൽ നിന്നും കുറച്ച് ആർമറൊക്കെ ധരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരെ ചെന്നൊരു ഡോർ തുറക്കുന്നു. അപ്പോൾ തന്നെ അവന് മനസ്സിലാവും ഇതിനകത്തുള്ളവൻ നിസ്സാരക്കാരനല്ല. അപ്പോഴാണ് ഐഗ്രിസിൻ്റെ എൻട്രി. ജിൻബു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒപ്പോണൻ്റാണ് ഐഗ്രസ്. സ്പീഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ജിൻബുവിന് ഐഗ്രസിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പവറിൻ്റെ കാര്യത്തിൽ ഐഗ്രസ് വേറൊരു ലെവലിലാണ്. ഐഗ്രസ് ജിൻബുവിനെ ശരിക്കും എടുത്തിട്ട് അലക്കും. ആർമർ ധരിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ജിൻബുവിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതവൻ തന്നെ പറയുന്നുണ്ട്. ആർമർ ഇല്ലാതെ അടികൊള്ളേണ്ടി വന്നിരുന്നെങ്കിൽ അവൻ മരിച്ചേനെ. അങ്ങനെ അടികൊണ്ട് ഒരു പരുവാവുമെങ്കിലും അവസാന നിമിഷം നല്ലൊരു വെട്ട് ഐഗ്രസിൻ്റെ കണ്ണിനിട്ട് തന്നെ കൊടുക്കും. പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ കുറേ പ്രാവശ്യം ഇട്ട് വെട്ടി അവസാനം കൊല്ലുമ്പോൾ കുറച്ച് റിവാർഡ്സും കിട്ടും. അതിൽ ഐഗ്രസിൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ റൂളേഴ്സ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു പവറിന് വേണ്ടിയിട്ടുള്ള റൂൺ സ്റ്റോണും ഉണ്ട്. പിന്നെ ഒരു ടെലിപ്പോർട്ടേഷൻ സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. ഇത്രയാവുമ്പോൾ ജിൻബു വിചാരിക്കും ക്വസ്റ്റ് കഴിഞ്ഞു വന്നു. പക്ഷെ അപ്പോൾ തന്നെ ഒരുപാട് ഗേറ്റ് ഓപ്പണായി. അതിനകത്ത് നിന്നും ഒരുപാട് നൈറ്റ്സ് വരും. ഇതേ സമയം ഹണ്ടേഴ്സ് ഗിൽഡിലുള്ള കുറേ പേർ ജേജു ഐലൻഡിലോട്ട് പോകുന്നുണ്ട്. ജേജു ഐലൻഡ് എന്ന് പറയുന്നത് സീരീസിൻ്റെ തുടക്കത്തിൽ കാണിച്ച ഉറുമ്പുകളെ പോലുള്ള ക്രീച്ചേഴ്സ് ഉള്ള ഐലൻഡാണ്. അതിനെ നശിപ്പിക്കാൻ അവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി റെയ്ഡ് ചെയ്യാനാണ് തീരുമാനം. അത് കഴിഞ്ഞ് വീണ്ടും ജിൻബുവിൻ്റെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നവരെല്ലാവരും ഐഗ്രിസിൻ്റെ അത്രയും പോലും പവർ ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പാടാണ്. പറ്റുന്ന അത്രയും സമയം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ജിൻബുവിന് കിട്ടിയിട്ടുള്ള ടാസ്ക്. ഇത് സർവൈവ് ചെയ്യുന്നത് കുറച്ച് പാടാണെന്ന് മനസ്സിലാക്കി അവൻ ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു ഡീമൻ അവൻ്റെ കയ്യിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സ്റ്റോൺ നഷ്ടപ്പെടുന്നു. അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് ജിൻബുവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കാണിച്ചാണ് എപ്പിസോഡ് തീരുന്നത്. നല്ലൊരു ആക്ഷൻ പാക്ഡ് എപ്പിസോഡായിരുന്നു. ഐഗ്രിസുമായിട്ടുള്ള ഫൈറ്റും അതിൻ്റെ അനിമേഷനും എല്ലാം നന്നായിരുന്നു. ഐഗ്രിസിൻ്റെ കഥ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. ജിൻബുവിൻ്റെ ഷാഡോ സോൾജേഴ്സിലെ ടോപ്പ് ജനറൽസിൽ ഒരാളാണ് ഐഗ്രിസ്. അടുത്ത എപ്പിസോഡിലാണ് ജിൻബുവിൻ്റെ ജോബ് എന്താണെന്ന് കാണിക്കുന്നത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സോളോ ലെവലിങ്ങിൻ്റെ കഥ തുടങ്ങുന്നത്. ഇതുവരെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്തായാലും അടുത്ത എപ്പിസോഡിലാണ് സീസൺ അവസാനിക്കുന്നത്. അതിലിനി എന്തൊക്കെ കാണിച്ചാണ് തീർക്കുന്നതെന്ന് അടുത്ത ആഴ്ച അറിയാം.